ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് തളിര് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഏത് രാജ്യത്താണ് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത്? ഉത്തരം ജപ്പാനിലാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 3-നാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം. 2025-ൽ 148ാമത് ജന്മദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. 2025-ൽ കേരളത്തിൽ നിന്ന് മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം MT വാസുദേവൻ നായർ. ഏത് വർഷമാണ് MK സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം 2013. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പഴശ്ശി ഡാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. 2025-ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ഉത്തരം ബാനു മുഷ്താഖാണ് 2025-ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത്. ബാല്യകാല സഖി എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. 2025-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം പ്രഭാവർമ്മയ്ക്കാണ് ഈ വർഷത്തെ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഉത്തരം ജപ്പാനാണ് ഉദയസൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. എന്നാണ് ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ 14-നാണ് ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത്. രാജ്യാന്തര ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 12-നാണ് രാജ്യാന്തര ബാലവേല വിരുദ്ധ ദിനം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2025-ൽ നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം JCB സമ്മാനം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? ഉത്തരം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം.
കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് ഏതാണ്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.